എന്താടോ ഒളിഞ്ഞു നോക്കണേ? ഞാൻ ഒളിഞ്ഞു നോക്കിയല്ല. എനിക്ക് എന്താ വേണ്ടേ? ഞാൻ അതിൽ താമസിക്കുന്നതാണ്. കുറച്ചാളിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുമ്പോ ഇതിനകത്ത് ആരും ഇല്ലായിരുന്നു. ഇവിടെ താമസിക്കാൻ എന്താ തൻ്റെ അനുവാദം വേണം? ഇവിടെ ആരാ താമസിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? എന്നാ ചെല്ല്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ ചേച്ചിനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും വരാറില്ല. മാമൻ പോയപ്പോ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല. 1-2 തവണ കണ്ടായിരുന്നു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ആ പെണ്ണെന്തിനാ അവിടെ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ആരാ അവിടെ? ഞങ്ങളാ പൂപ്പ. ആ, ആട്ടങ്ങൾക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തില്ലേ? ഓ പൂപ്പ, കൊടുത്തു. അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? ആരത്? ഇത് ഞാനാ. എന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ. എവിടെ ആയിരുന്നു? ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ഏതോ ഒരു ആശുപത്രിയിലാക്കി. പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ആശുപത്രിയിലാക്കി? എന്തിനാ? ഈ പോലീസുകാരിലും ഉണ്ടല്ലോ ഭ്രാന്തന്മാര്. അവർക്ക് ബാക്കിയുള്ളവരെ കണ്ടാലും ഭ്രാന്താണെന്ന് തോന്നും. അപ്പൊ ചിലപ്പോ മെക്കെട്ട് കയറും, തെറി വിളിക്കും, ചിലപ്പോ പിടിച്ചുകൊണ്ടുപോയി വല്ല ജയിലിലോ ഭ്രാന്താശുപത്രിയിലോ കൊണ്ടാക്കും. അവരുടെ ഓരോ ഭ്രാന്ത്, അല്ല എന്താ. അവന് മാമനെ അടിച്ചോ? ഇല്ല, അടിച്ചില്ല, പക്ഷെ ഷോക്ക് അടിപ്പിച്ചു. എനിക്ക് പോലീസിനെ പേടിയാ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വരും പോലീസിനെ പോലെ ചിലര്. പോലീസിനെ പോലെ ചിലരോ? അതാരാ? വിമാനം വരുന്നു. ചേട്ടാ, വിമാനം പിന്നെയും വരുന്നു. യുദ്ധം ഉടനെ തുടങ്ങുമെന്നാ കേൾക്കുന്നത്. യുദ്ധം? അവിടെ മുഴുവനും ഏതോ ഫാക്ടറിയുടെ ആൾക്കാരാ. കണ്ടാ പോലീസുകാരെ പോലെ തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാനം പോകുന്നത് കാണാം. ഇവിടെ വന്നവർ പറഞ്ഞത് യുദ്ധം ഉടനെ തുടങ്ങുമെന്നോ. അവരിവിടെ വന്നിരുന്നോ? ആ, 2-3 വട്ടം വന്നു. ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. ഈ സ്ഥലമൊക്കെ ആരോ മേടിച്ചെന്ന്, ഫാക്ടറിക്ക്. എനിക്കവരെ പേടിയാ. മാമനെ അവരെ അറിയാമോ? എങ്കിലും ഇങ്ങോട്ട് വരരുതെന്ന് പറയാമോ? നോക്കട്ടെ, ഇനി അവരെ കാണുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്കന്ന് സ്കൂളില്ലായിരുന്നോ? ഇന്ന് ഞായറാഴ്ചയാ. ഓ, ഞാൻ മറന്നു. ഇപ്പൊ സമയവും തീയതിയൊന്നും ഓർമ്മ വെക്കുന്നില്ല.